നമസ്കാരം, ഞാൻ വിനീഷ് റോണി. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കമ്പനിയാണ് മീഷോ എന്ന് പറയുന്നത്. പാവപ്പെട്ടവന്റെ ആമസോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊരു മുക്കിലും മൂലയിലും പോയി കഴിഞ്ഞാൽ മീഷോയിൽ പർച്ചേസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ പോലും ആമസോണിൽ ഒരു സാധനം മേടിക്കാത്തവൻ പോലും മീഷോയിലൂടെ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടാവും. കാരണം ചെറിയ പൈസക്ക് സാധനങ്ങൾ കിട്ടും. അപ്പോൾ ആമസോണിൽ കിട്ടുന്ന ഒരേ സെയിം ഐറ്റം മീഷോയിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിനേക്കാളും കുറഞ്ഞ് കിട്ടും. ഇപ്പം ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, ഈ മൗസ് പാഡ് ഉണ്ട്, വലിയൊരു മൗസ് പാഡ് ഞാനതിൻ്റെ ഓഫീസിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനത്തിന് ആമസോണിൽ 250 മുതൽ ഒരു 300 സംതിങ് 350 രൂപ റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. സെയിം ഐറ്റം മീഷോയിൽ വന്നിട്ട് നോക്കുമ്പോൾ ആ ഒരു ഐറ്റത്തിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 120 രൂപയൊക്കെയാണ്. ഇതേ ഐറ്റം ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് മീഷോയിൽ സെല് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 60 രൂപയ്ക്കും കിട്ടും. ഇന്ത്യ മാർട്ടിൽ പോയിക്കും ബൾക്കായിട്ട്. അപ്പം അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ വളരെ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കിട്ടും. പിന്നെ എല്ലാ റിമോട്ട് ഏരിയയിലും ഇവർക്ക് സപ്ലൈ ഉണ്ട്, ഡെലിവറി ഉണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനെ ട്രെൻഡിങ്ങിലുള്ള ഒരു കമ്പനിയാണ് മീഷോ. ഇന്ന് ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ചൊന്നുമല്ല. മീഷോയിൽ പേഴ്സണൽ ലോൺ സംവിധാനം എത്തിയിട്ടുണ്ട്. ഇത്ര പേര് കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഇത് അവൈലബിൾ ആണ്. മീഷോ പേഴ്സണൽ ലോൺ എന്നാണ് ഇതിനെ പറയാം. മീഷോന്റെ ആപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പേ ലേറ്റർ സംവിധാനമുണ്ട്. അതിനകത്തൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. മീഷോ പേഴ്സണൽ ലോണുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്താണ് മീഷോ ഫൈനാൻസ്? മീഷോ ഫൈനാൻസ് എന്ന് പറഞ്ഞത് ഒരു കമ്പനിയാണ്. മീഷോ പേയ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. മെയിൻലി ഈ ഒരു കമ്പനി ചെയ്യുന്നത് അഗ്രിഗേറ്റേഴ്സ് NBFCകൾ വഴി ഇവർ ഫണ്ട് റൂട്ട് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്. ഇൻസ്റ്റന്റ് ക്യാഷ് അപ് ടു 12 lakhs 12 ലക്ഷം വരെ ഇൻസ്റ്റന്റ് ലോൺ നമുക്ക് കിട്ടുന്ന ഒരു കമ്പനിയാണ്. പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. 0.79% ആണ് പെർ മന്ത്. ഇപ്പോൾ ഏകദേശം 1%, 36% വരെ എത്തില്ല. ഒരു 24 to 36% വരെ എത്താം. 1% വരെ എത്താം. 0.8 എന്ന് പറയുമ്പോൾ ഏകദേശം 1%. 1% എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 12% മുതൽ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും അത്ര തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവർ പറയുമ്പോൾ 0.79% ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വർഷത്തേക്ക് 12% പറഞ്ഞത്. 12% അല്ലെങ്കിൽ 10% റേഞ്ച് ആയിരിക്കും. അപ്പം എന്തൊക്കെയാണ് വേണ്ടത്? നോ അപ്ഫ്രണ്ട് ചാർജസ്. ഇനീഷ്യലി പേയ്മെന്റ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ബാങ്ക് ഡിസ്ബേഴ്സൽ ആണ്. 24 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് വരും. 0 പ്രീപേയ്മെന്റ് ചാർജ്. പ്രീപേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോസസ് ചാർജസ് ഒന്നും ആവശ്യകതയില്ല. അപ്പൊ എങ്ങനെയാണ് ഇവർ ലോൺ കൊടുക്കുക? NBFC പാർട്ട്നേഴ്സ് വഴിയാണ്. ഇവർക്ക് 5 പാർട്ട്നേഴ്സാണ് ഉള്ളത്. 5 പാർട്ട്നേഴ്സിലെ എല്ലാ പാർട്ട്നേഴ്സിലും നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. പേയു ഫൈനാൻസ് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ നിയോഗിൻ RBI NBFC ആണ്. അതുപോലെ തന്നെ ഗ്രോമോ, പിന്നെയുള്ളത് സ്നാപ്മിന്റ്, പിന്നെ യൂഗ്രോ ക്യാപിറ്റൽ. അപ്പൊ ഇങ്ങനെയുള്ള 5 NBFCകൾ വഴിയാണ് ഇവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് ഈ സ്നാപ്മിന്റിൽ നിന്നും അതുപോലെ തന്നെ സ്നാപ്മിന്റിൽ നിന്ന് മാത്രമേ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 4 കമ്പനി ട്രൈ ചെയ്തിട്ടില്ല. പേയു ഫിനാൻസ് ഒന്നും. അതൊക്കെ വലിയ കമ്പനികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ ഇവർക്ക് കൊടുത്തിട്ട് ഇവർ നമുക്ക് ലോൺ തരികയായിരിക്കാം മേ ബി, അല്ലെങ്കിൽ ഇവരുമായിട്ട് പേഴ്സണൽ കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ഈ കമ്പനികളൊക്കെ ഉണ്ടോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം RBIയുടെ NBFC ലിസ്റ്റിൽ. അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, finance.mppl.meesho.com. ആ സൈറ്റിൽ നിന്നാണ് നമ്മുടെ ഡാറ്റാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സൈറ്റിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെ ലോൺ എടുക്കാം? 5 ഘട്ടങ്ങളിൽ. ഒന്ന്, പ്ലാറ്റ്ഫോം വിസിറ്റ് ചെയ്യാം. ആപ്പ്, മീഷോന്റെ ആപ്പ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോണിന്റെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് KYC കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാം. പാൻ, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ സബ്മിറ്റ് ചെയ്യാം. 2, അതിനകത്തുള്ള ഓഫേഴ്സ് കമ്പയർ. 5 NBFCകളുടെ ഓഫേഴ്സ് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ഏതാണ് ചൂസ് ചെയ്യാം. പിക്ക് ബെസ്റ്റ് NBFC. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡിസ്ബസൽ 24 hours കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. 10 to 15 മിനിറ്റ് ടൈം നമുക്ക് മാത്രം മതിയാവും. പാന്, ആധാർ, ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് ആവശ്യമുള്ളത്. ദെൻ 24 മണിക്കൂർ കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് എത്തി. ഇനി ലോൺ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് നോക്കാം. ലോണിന്റെ ഫീച്ചേഴ്സ്. ലോൺ എമൗണ്ട് അപ് ടു 12 lakhs വരെ നമുക്ക് കിട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് 0.79% പെർ മന്ത്. ആനുവൽ റേറ്റ് 18.9% പെർ ഇയർ per annum. അതേപോലെ തന്നെ ഡിസ്ബസൽ 24 മണിക്കൂറാണ്. ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 24 to 36% വരെ വരാം. മാക്സിമം അത്ര വരാം. അതുപോലെ തന്നെ പ്രീപെയ്മെന്റ് ഫീസ് ഇല്ല, 0. കൊളാട്രൽ ആണെങ്കിൽ ഒന്നും ആവശ്യമില്ല. ഈട് ജാമ്യം പരിപാടി ഒന്നുമില്ല. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 100% പേപ്പർലെസ് ആണ്. അതുപോലെ തന്നെ ചാർജസ് ഒന്നുമില്ല. ഫണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തില്ല, നിങ്ങൾക്കത് അവിടെ വന്ന് വാലറ്റിൽ കിടക്കും. നിങ്ങളത് എടുക്കുന്നില്ല, പേയ്മെന്റ് എടുക്കുന്നില്ല, അപ്രൂവലായി അവിടെ കിടക്കുന്നുണ്ട് എമൗണ്ട്. അപ്പോൾ എടുക്കുന്നില്ല, യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചാർജ് കാര്യങ്ങളൊന്നുമില്ല. ഓൾസോ അവൈലബിൾ ബൈ നൗ പേ ലേറ്റർ 15 days. അത് അവിടെ നിങ്ങൾക്ക് വാലറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് കിടക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മീഷോന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാനോ നിങ്ങൾക്ക് ലോൺ എടുക്കാനോ എന്തിനു വേണമെങ്കിൽ യൂസ് ചെയ്യാം. വേണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കാം.
ഒന്നും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള 5 നുറുങ്ങുകളാണ്, 5 ടിപ്സാണ് നമ്മൾ ലോൺ എടുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, NBFC അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ KFC ഡോക്യുമെന്റ്, അതായത് ലോൺ അഗ്രിമെന്റിന്റെ ഡോക്യുമെന്റ് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് വായിച്ചു നോക്കുക. മൂന്നാമത്തെ കാര്യം, ഈ കമ്പയർ ചെയ്യുക. APR ജസ്റ്റ് പെർസെൻറ്റേജ് മാത്രമല്ല, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കമ്പയർ ചെയ്ത് നോക്കുക. എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ട്, എത്രത്തോളം ലോൺ എമൗണ്ട് വരെ കൊടുക്കുക, എത്ര കാലത്തിൽ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ അതുപോലെ ടെനർ, കാലാവധിയും EMI ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് ആവശ്യമുള്ളത് അത് മാത്രം എടുക്കുക. കൂടുതലായിട്ടുള്ള എമൗണ്ട് തരാമെന്ന് പറയുമ്പോൾ നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടക്കാൻ പറ്റണമെന്നില്ല. തിരിച്ചടക്കുന്ന ഒരു വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ആയതുകൊണ്ട് പലപ്പോഴും നമുക്ക് പെൻഡിങ് ആവും, അത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് എത്തും. അതുകൊണ്ട് ബി കെയർഫുൾ, ആവശ്യമുള്ള എമൗണ്ട് മാത്രം എടുക്കുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സൈബർ ക്രൈമിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ 1930 കോള് വിളിക്കാനും മറക്കരുത്. അതാണ് നിങ്ങളുടെ സൈബറിന്റെ ഹെൽപ്പ് ലൈൻ. സോ മീഷോയിൽ നിന്ന് 12 ലക്ഷം വരെ ഇൻസ്റ്റന്റ് ആയിട്ട് ക്യാഷ് നമുക്ക് ലഭിക്കും. പക്ഷേ NBFCയുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വിസിറ്റ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പേപ്പർലെസ് പ്രോസസ് ആണ്, ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. 12 ലക്ഷം വരെ കിട്ടും. 0.79% ആണ് മന്ത്ലി, 24 hours കൊണ്ട് കിട്ടും. ഇതൊന്നും അറിയാത്ത ഒരുപാട് നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. മീഷോ ഉപയോഗിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. ഇതുപോലെ ഒരുപാട് ലോൺ ആപ്പുകൾ ഉണ്ട്. അതിന്റെ വീഡിയോസ് വരുന്ന ദിവസങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.